എല്ലാവർക്കും ഷാബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഏത്തപ്പഴം നിറച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഏത്തപ്പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോരുതേ. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയ്ക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ തേങ്ങയ്ക്ക് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പൊള്ളത്തക്ക രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഏത്തപ്പഴം നെടുകെ ഒന്ന് പിളർന്നെടുക്കാം. നമ്മളത് ഇതുപോലെ ഒന്ന് പിളർന്നെടുത്തിട്ടുണ്ട്. പിളർന്ന ഭാഗത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുറുകിയ രൂപത്തിൽ നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഫില്ലിങ്ങിൻ്റെ ഇവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഓയിലും കൂടി ഒന്ന് മിക്സ് ആവത്തക്ക രീതിയിൽ പാൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആ മാവ് പുരട്ടി കൊടുത്ത ഭാഗം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഓരോ ഭാഗവും ഇങ്ങനെ മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 4 വശം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു സൈഡിലേക്ക് നമ്മൾ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അല്പം കൂടി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ്,
ഇത്രയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം നിറച്ചത് റെഡിയായി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ. നമ്മൾ നെയ്യ് കൂടി ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഒരു എരിവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മധുരവും എരിവും എല്ലാം കൂടി ഇത് കഴിക്കാനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫില്ലിങ്ങും നമ്മൾ നെയ്യിലാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ആകുമ്പോഴുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും